രണ്ടുപേർക്ക് വിലക്ക് എന്നല്ല ഇവർ പറയുന്നത്, ഇവരുമായിട്ട് സഹകരിക്കില്ല എന്ന് പറയാം. അത് ഷൈൻ നിഗമും അതോടൊപ്പം ശ്രീനാഥ് ഭാസിയും. അതിലവർ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവർ സമയത്തിന് വരില്ല, വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ ഇവരെ കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു, സമയം കൃത്യമായി പാലിക്കുന്നില്ല. ഇവർക്കെതിരെ നിരവധി പരാതികൾ പല പ്രാവശ്യം വരുന്നു എന്നാണ് പറയുന്നത്. അത്തരമൊരു പരാതി ഉണ്ടായപ്പോഴാണ് ഇത്തരം നടപടിയിലേക്ക് പോയത്. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിന് സിമ്പിളായിട്ട് പറയാനായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ. എന്ന് വെച്ചാൽ ഈ സമയം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം ഒരു സ്ഥലത്ത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി ആ ദിവസം കഴിഞ്ഞില്ല, ഒരു ദിവസം മാറിപ്പോയാലും അത് പ്രൊഡ്യൂസറിനുണ്ടാകുന്ന ലോസ് ഭയങ്കര വലുതാണ്. ഒരു ദിവസം ആവറേജ് നമുക്കൊരു പെർ ഡേ ഷൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു 3 lakhs അല്ലെങ്കിൽ 3 to 4 lakhs. വലിയ പടമൊക്കെ ആണെങ്കിൽ അതിനും ഇതാണ്. അപ്പോൾ നമ്മൾ രാവിലെ കൃത്യമായിട്ട് ഒരു 7 മണി 8 മണിക്കൊക്കെ നമ്മൾ തുടങ്ങിയാൽ മാത്രമേ, മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൾ ഷീറ്റിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തുടങ്ങി 9:30 വരെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചില പടങ്ങൾ നമ്മൾ തീരുന്നവരെ ആ ലൊക്കേഷൻ കിട്ടി. കാരണം ഇവിടെ ലൊക്കേഷൻ ട്രെൻഡ് ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ പൈസ കൊടുത്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ തിരക്കുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ദിവസം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ് കിട്ടി കഷ്ടപ്പെടുത്തി അവരെ കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് യാതൊരു വിധ യോജിപ്പില്ല. പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ടൈം പാലിക്കുക, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി, അത് ഞാൻ പഠിച്ചത് നമ്മുടെ സീനിയേഴ്സ് തന്നെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് നമുക്കൊക്കെ ഈ ഉഴപ്പുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേറ്റ് വരിക, അല്ലെങ്കിൽ ഞാൻ പറയാം വളരെ തുടക്കകാലത്ത് ഞാൻ. പക്ഷേ 2011 ഞാൻ തിരയിലാണ് തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ്റെ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് നമ്മൾ മോർണിംഗ് ഷോട്ടൊക്കെ എടുത്തിരുന്നു. 6:30 ചേട്ടന മോർണിംഗ് ടൈമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക. എനിക്ക് മോർണിംഗ് ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലി ഭയങ്കര ഭംഗിയായിരിക്കും. ഇന്നൊന്നും ആ പരിപാടി പോലും ചിന്തിക്കാൻ പോലും പറ്റും. അതെ, എഴുന്നേക്കില്ല. അപ്പോൾ 6:30 മണിക്കൊക്കെ നമ്മൾ ആ മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ മോർണിംഗ് ഈവനിങ് ലൈറ്റിലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, വിഷ്വൽ കിട്ടുക എന്ന് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ നമ്മൾ വന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളൊരു സംഭവം ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു കോൾ ടൈം പറഞ്ഞ് അത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം. നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് നമ്മൾ പറയണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ബാക്കിയുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സീനിയേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അല്ല, ധ്യാനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലും ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സോ സ്വഭാവങ്ങളോ അതൊക്കെ നമ്മൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സെറ്റിൽ, പ്രത്യേകിച്ച് ഡിസിപ്ലിൻ. നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എന്താണോ ഏതാണെന്നുള്ളത് ഇവിടെ കാര്യമില്ല, ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, നമ്മൾ കമ്മിറ്റഡ് ആണ്, നമ്മളൊരു അഗ്രിമെന്റഡ് ആണ്, നമ്മൾ അഗ്രിമെന്റ് ചെയ്ത് നമ്മളൊരു കോൺട്രാക്ട് ബേസിസിലാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഓഫീസ് ഇത് ഈ ജോലിയല്ല, വേറൊരു ഓഫീസ് ആണെങ്കിൽ തന്നെ, ഇപ്പം മീഡിയയിലായിക്കോട്ടെ, വേറൊരു ഓഫീസ് ആണെങ്കിൽ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഓഫീസിൽ പോകില്ലേ, പഞ്ച് ചെയ്ത് കയറണം. എത്ര ദിവസം നമുക്ക് കുഴപ്പം പറ്റും? അപ്പോൾ അവിടെ ആകുമ്പോൾ ഈ പേടിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സിനിമയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇനി പറഞ്ഞ പോലെ അവരുടെ സൗകര്യത്തിന് വരിക, അല്ലെങ്കിൽ അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി 4-5 വർഷമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു വേറെ ആരും നമ്മളിവിടെ അങ്ങനെ സഹകരിക്കാത്ത ആൾക്കാരൊന്നുമില്ല. എനിക്ക് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആൾക്കാർ. ആ ഒരു കാറ്റഗറിയിൽ 1-2 പേര് ഉണ്ടെങ്കിലും ആ സിനിമയ്ക്ക് മൊത്തം പേര് ദോഷം വരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതാണല്ലോ ഇതിനകത്ത് വിഷയം. ഒരാള് തെറ്റ് ചെയ്താലും എല്ലാവർക്കും അത് വരികയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പം ബാസിയുടെ കേസിലൊക്കെ എനിക്ക് മനസ്സിലായി, ബാസിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇപ്പം ബാസിയുടെ കേസിൽ ബാസി രാത്രി എന്തുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം വെച്ചാൽ രാത്രി ഉറങ്ങാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും രാവിലെ. അപ്പം ബാസി സ്വാഭാവികമായിട്ടും ബാസിയുടെ രാത്രിയിൽ നൈറ്റ് പേഴ്സൺ ആണ് പുള്ളി. അപ്പം എനിക്കറിയാവുന്ന ബാസി, ഞാൻ കൂടാതെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാസിലൂടെ. അപ്പം അന്ന് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ആ സെറ്റിലൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാസി എൻ്റെ കൂടെയാണ് വന്നിരുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഇറങ്ങിപ്പോയിരുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ബാസി ഇങ്ങനെ ഈ സമയം പാലിക്കാത്ത കാര്യങ്ങളൊക്കെ അത് എല്ലാ സിനിമയിലും ഇല്ലയെന്ന്. ചില സിനിമകളിലാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ഫ്രീഡം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ആ ഉഴപ്പൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഒരിക്കലും സീനിയേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട. അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പം നേരത്തെ സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സിനും വരുന്ന ടെക്നീഷ്യന്മാർക്കൊക്കെ ഇവർ മുൻപേ ചെയ്തിട്ടുള്ള സിനിമകളും സിനിമാക്കാർ അവർക്കറിയാലോ കൃത്യമായിട്ടും ബാസി എപ്പോൾ വരും. അപ്പൊ അങ്ങനെ വേണ്ട ആൾക്കാർ മാത്രം അങ്ങനത്തെ ആൾക്കാരെ വെച്ചാൽ പോയാൽ മതി. അതിൽ ബാസിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ വരുന്ന നിർമ്മാതാക്കളെ പറയേണ്ടി വരും, ഡയറക്ടർമാരെ പറയേണ്ടി വരും. അതാണ് സത്യാവസ്ഥ. അത് അതിന്റെ ഒരു അതർ സൈഡ് അതാണ് സത്യം. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഇവരെ വേണമെന്നാലും പിന്നെ കുറ്റവും പറയുക. ബാസി ഈ പറയുന്ന പോലെ ഇങ്ങനെ സമയം പാലിക്കാതെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്
ബാസിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അതെ, അറിയാം. അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കനുസരിച്ച് ചാർട്ട് ചെയ്യേണ്ടി വരും ആ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബാസി വരുന്ന സമയം ഏതാണ്, ആ സമയത്ത് സിനിമ തുടങ്ങാം. അങ്ങനെ ചാർട്ട് ചെയ്താൽ പ്രശ്നം തീരും അല്ലേ? അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്യാൻ സന്നദ്ധമുള്ളവരുണ്ടാവും. ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അത് ആ അല്ല, പ്രശ്നം മലയാള സിനിമ നമ്മളൊക്കെ ലിമിറ്റഡ് ബജറ്റിൽ ചെയ്യുന്ന സിനിമ, ഈ തീർച്ചയായിട്ടും. ഇൻഡസ്ട്രിക്ക് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത. അതെ, അതെ. ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്ത് ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൂട്ടുവെക്കാൻ ശരിയല്ല. ശരിയല്ല, അത് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് ബാസി. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ആളുമാണ്. ബാസിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എന്തിനാ എന്നുള്ള രീതിയിൽ, കാരണം ആസ് എൻ ആക്ടർ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാസി. നല്ല ആക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി ഇങ്ങനെ വാർത്തകൾ വരുന്നു അല്ലെങ്കിൽ ആൾക്കാർ വിലക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഷമമാണ്. അപ്പൊ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ബാസിയുടെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ നമുക്കെന്താ പറയാ, ഒരാളെ നമുക്ക് അടിമുടി നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഒന്നുമില്ല, ലൈഫ് സ്റ്റൈലൊക്കെ നല്ലതാണ്. എല്ലാവർക്കും ലൈഫ് സ്റ്റൈലുണ്ട്, എനിക്കുണ്ടാവും, ധ്യാനുണ്ടാവും. പക്ഷെ അത് ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തൊഴിൽ മേഖലയോ ബാധിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു മേഖലയിൽ നമ്മൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ലൈഫിൽ വേണം, എല്ലാ കാര്യത്തിലും. തീർച്ചയായിട്ടും വേണം. ഒരു പ്രായം വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഉഴപ്പും പരിപാടിയൊക്കെ അതൊക്കെ ഒരു കഴിഞ്ഞിട്ടും ഇപ്പൊ ന്യൂ ജനറേഷൻ ഒന്നും അല്ല ഇവരൊക്കെ 30 വയസ്സിന് മുകളിലായി. ഇതൊക്കെ കുറെ 10-12 വർഷമായില്ല. അപ്പൊ ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ, കാരണം ബാസി 2012 തൊട്ട് സിനിമയിലുണ്ട്, 11ാമത്തെ വർഷം ബാസിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ സീനിയർ ആക്ടേഴ്സ് ആണ് ഇപ്പോൾ. അപ്പൊ അവരൊക്കെ അല്ലേ ബാക്കിയുള്ള പുതിയ ജനറേഷൻ ആൾക്കാർ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമാണ്. എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു നമ്മളെ സിനിമ ഫ്രെറ്റേണിറ്റിയിൽ എല്ലാവരെയും, കാരണം ഇതൊരു പൊതുസമൂഹം അറിയുന്ന സമയത്തും ആൾക്കാർ കാണുമ്പോൾ ഓൾറെഡി ഇപ്പോൾ സിനിമ ഒന്നും തിയേറ്ററിൽ ഓടാത്തൊരു ക്രൈസിസ് അവസ്ഥയുണ്ട്. അപ്പം ഓൾറെഡി ഇങ്ങനത്തെ ഒരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുമ്പോൾ സിനിമാക്കാരോട് തന്നെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഫ്രെറ്റേണിറ്റിനോട് തന്നെ ആൾക്കാർക്കൊരു എന്താ ഇവരൊക്കെ ഇങ്ങനെ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു ഡിസ്കഷൻ ആവുന്നു, ഇത് മീഡിയയിൽ വരുന്നു, അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാവുന്നു. അപ്പം നമ്മളെ തന്നെ ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മൊത്തം ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു എല്ലാവർക്കും ഒരു പേരുദോഷം വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും. അതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ആളുകൾ ചെയ്യുന്നതിൽ എല്ലാവരും കുറ്റക്കാരായി പോകുന്നു, ഓട്ടോമാറ്റിക് കുറ്റക്കാരായി പോകുന്നു. അത് ബാസിയെ പോലെ തന്നെയാണ് ഷൈൻ നിഗത്തിന്റെ കാര്യം. അദ്ദേഹവും വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ സംസാരിച്ച ഫോൺ സംഭാഷണം വരെ പുറത്തു വന്നു. ഇപ്പോൾ പഴയ ഫോൺ സംഭാഷണം വരെ പുറത്തു വന്നു. അദ്ദേഹം ആർഡിഎക്സ് എന്ന സിനിമയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് പ്രൊഡ്യൂസർ തന്നെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കത്ത് കൊടുത്തത്. അതിന് അദ്ദേഹം മറുപടി കൊടുത്ത് രസകരമായ മറുപടിയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു എഡിറ്റിംഗ് കാണണം. ഞാൻ സിനിമ എടുക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എഡിറ്റിംഗ് ഒരു നടപടി എനിക്ക് കാണിച്ചിട്ടേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പിടിവാശിയൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ആ പിടിവാശി അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് എഡിറ്റിംഗ് കാണുന്ന പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എഡിറ്റ് കാണുന്നുണ്ട്, സ്പോട്ടിൽ നമുക്ക് എഡിറ്റ് കാണാം. ആ പിടിവാശിയുടെ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് കാണാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഡബിൻ്റെ സമയത്ത് നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഇവിടെ ആക്ടേഴ്സൊക്കെ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ട് എഡിറ്റൊക്കെ കാണുന്നതാണ്. എഡിറ്റ് ചെയ്താലേ ഇനി മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഒരു പിടിവാശിയുടെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും. ഇതിലുള്ള പ്രധാന പ്രശ്നം വെച്ചാൽ അത് ഷെയ്ൻ്റെ കൂടെ സിനിമയാണ്. ഷെയ്ൻ എന്ന് വെച്ചാൽ നമ്മുടെയാണല്ലോ സിനിമ, നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിനിമയാണ്. ആ സിനിമയുടെ എന്തിതായിക്കോട്ടെ അതിൻ്റെ ബാക്കിയുള്ള സ്വാർത്ഥതയൊക്കെ വിട്ടിട്ട് നമ്മൾ എന്നുള്ള ചിന്ത വിട്ടിട്ട് ആ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ടെക്നീഷ്യന്മാർക്കൊരു ബാധ്യത ഉണ്ടാക്കാതിരിക്കുക, അല്ല അവരെ വിഷമിപ്പിക്കാതിരിക്കുക. കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറൊക്കെ ഫെഡപ്പായി പോകും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അവരുടെ ക്രിയേറ്റീവ് സൈഡിലൊക്കെ കയറി ഇടപെടുമ്പോഴൊക്കെ മാനസികമായിട്ട് ഇപ്പം ഞാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പം നമ്മളെ ആക്ടേഴ്സ് ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ, ഇൻ്റർഫിയറൻസ് നടത്തുമ്പോൾ നമ്മൾ ഫെഡപ്പായി പോകുന്നു. അപ്പം നമ്മൾ മാനസികമായി തളർന്നു. ഞാൻ കേട്ടു ആ ഡയറക്ടർ ഒരു 5-6 ദിവസം ഹോസ്പിറ്റലായി. അപ്പോൾ അവനും എത്രയോ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ഒരു സംവിധായകൻ്റെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊക്കെ അവനെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ പറയണ്ടത്, എന്തൊരു മോശമാണ് അതൊക്കെ. അപ്പോൾ ഒരു കാര്യമില്ല. ഇപ്പോൾ സോഫിയ പോൾ ചേച്ചി ഓൾറെഡി വലിയ സിനിമകളുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഇന്നേ വരെ അവരെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് അവർ ഇതേവരെ ഒരു കംപ്ലൈൻറ്റ് ആർക്കെതിരെയും പറയാത്തവരാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള സംഭവം വന്നതിന് ശേഷമായിരിക്കുമല്ലോ ജെനുവിൻ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. അല്ലെങ്കിൽ ഒരിക്കലും അവരങ്ങനെ ഒരു ഇന്നേ വരെ ആരെ പറ്റിയും മോശം പറയാത്തൊരു ബാനറാണ് അവർ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ വേണം. അപ്പോൾ സിനിമ എൻ്റെയും കൂടെ സിനിമയാണ്. എൻ്റെ സിനിമയിൽ ഒരു പ്രശ്നം വരാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ സോർട്ട് ചെയ്യും എന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഈ സിനിമ സെറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് സിനിമ സെറ്റിലും പോയി കഴിഞ്ഞാൽ അവിടെ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല.
അങ്ങനെ വേറെ ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അന്നത്തെ രാത്രി കൊണ്ട് നമ്മൾ സോർട്ട് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും. കാരണം സിനിമ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. നമ്മളത് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ഇങ്ങനെ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ച് ആക്ടേഴ്സിനിടയിൽ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധ പോകരുതരല്ലേ. അപ്പോൾ ആ സിനിമയുടെ കൂടെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക, അന്നമാണെന്ന് നോക്കിയാൽ മതി. ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കണം. എൻ്റെ സെറ്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമോ ഒരു ഇഷ്യൂയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാനത് തീർക്കാനേ നോക്കുള്ളൂ. അത് ആരുടെ കേസ് വന്നാലും, വേറെ ഇപ്പോൾ യൂണിറ്റിൽ പ്രശ്നങ്ങൾ വരും, പ്രൊഡക്ഷൻ ഇഷ്യൂസ് വരും, കാശ് കിട്ടാത്തതിൻ്റെ ഇഷ്യൂസ് വരും, കാശ് ലേറ്റ് ആകുമ്പോൾ ഒരു ആഴ്ച ബാറ്റർ ഡിലേ ആകുമ്പോൾ, ഇതൊക്കെ ഞാൻ ആക്ച്വലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ഇടപെട്ട്, കാരണം നമ്മളടുത്ത് വന്നിട്ട് പരാതി പറയും. ചിലപ്പോൾ നമ്മളോട് വർക്ക് ചെയ്ത യൂണിറ്റുകാരൊക്കെ ആണെങ്കിൽ ഞാനിത് കിട്ടിയിട്ടില്ല, കിട്ടും, നമ്മൾ ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രൊഡക്ഷനോട് പോയിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇടപെട്ട് ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ സിനിമ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ഇതുപോലത്തെ നായകന്മാർ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്.